ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദ്യം തന്നെ കാണിക്കുന്നത് രാത്രിയാട്ടോ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. എല്ലാവരും പോയി കിടന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും വേദ കിച്ചണിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ശ്രീചേട്ടത്തി ഇതുവരെ ഉറങ്ങാറായില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ ആ മോളെ ദേ ഇതും കൂടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രീജ കിച്ചണിങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ മോളെ, മോൾ ഉറങ്ങിയില്ലേ? ഇല്ല ഏട്ടത്തി, ഉറക്കം വരുന്നില്ല. ഇന്നീ രാത്രി എനിക്ക് ഒന്ന് നേരം വെളുത്ത് കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും എന്താ വേദക്കുട്ടി ഭയങ്കര ത്രില്ലിലാണല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രീജ. അതേ ഏട്ടത്തി, നാളെ ഒരു ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഏട്ടത്തിക്ക് അറിയോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ മോളെ, എന്താ വിശേഷം എന്നിങ്ങനെ ശ്രീജ ചോദിക്കുന്ന സമയത്ത് അതെ ഏട്ടത്തി, നാളെ നമുക്കൊരു സർപ്രൈസ് ഒരുക്കാം. ഏട്ടത്തിയും കൂടി എൻ്റെ കൂടെ ഒന്ന് കൂടുവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനെന്താ മോളെ എന്ന് പറയുമ്പോഴേക്കും ശ്രീചേട്ടത്തി ചോദിക്കുന്നത് ആട്ടെ അതൊക്കെ ഇരിക്കട്ടെ, എന്താ സർപ്രൈസ് എന്നും കൂടി പറ. അതെ നാളെ വിക്രമിൻ്റെ പിറന്നാളാ. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് അയ്യോ മോളെ, ഞാൻ അതങ്ങ് മറന്നു. കുറേ വർഷമായിട്ട് വിക്രമിൻ്റെ പിറന്നാളോ ഇവിടെ ആരുടെയും പിറന്നാളുകളൊന്നും ആഘോഷിക്കാറില്ല. അത് അച്ഛന് ഇഷ്ടമല്ല. അച്ഛൻ്റെ പിറന്നാൾ കൂടി ആഘോഷിക്കുന്നില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ. എന്നാൽ നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. വിക്രമിൻ്റെ പിറന്നാളെന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു ഉത്സവം പോലെ ആയിരുന്നു. എല്ലാവർക്കും വിക്രമിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുകയും അമ്പലത്തിൽ കൊണ്ടുപോകും സദ്യയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഞാൻ കല്യാണം കഴിച്ച് വന്ന സമയത്ത് വിക്രമിൻ്റെ പിറന്നാളെന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും അത്ര സന്തോഷമുള്ള ദിനങ്ങളായിരുന്നു എന്നിങ്ങനെ ശ്രീജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട് അതേ ശ്രീചേട്ടത്തി, നമുക്ക് നാളെ അതുപോലൊന്ന് ഒരുങ്ങിയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് മോളെ അച്ഛന് എന്തെങ്കിലും പറയുമോ, എനിക്ക് പേടിയാ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മാഷിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം, ശ്രീചേട്ടത്തി എന്തായാലും എൻ്റെ കൂടെ ഒന്ന് കൂടുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ എന്നാൽ മോള് പറഞ്ഞാൽ മതി, ഞാൻ കൂടാന്നിങ്ങനെ പറയുന്നുണ്ടേ. അങ്ങനെ രണ്ടുപേരും കൂടി കിടക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ വേദയും പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. എന്നാൽ വേദയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നേയില്ല. നാളെ വിക്രമിന് വേണ്ടിയിട്ട് വേദയാണെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ വേദ ഇങ്ങനെ വിക്രമിനെയൊക്കെ ഓർത്തുകൊണ്ട് വിക്രമിനെ ഇങ്ങനെ സ്വപ്നം കൊണ്ടുകൊണ്ട് പതിയെ മയക്കത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പിറ്റേന്നായിട്ട് കാണിക്കുന്നത് രാവിലെ തന്നെ വേദ കുളിച്ചൊക്കെ ഒരുങ്ങി നല്ല കുറിയൊക്കെ തൊട്ട് സുന്ദരിയായിട്ട് കിച്ചണിലേക്ക് വരികയാണ്. അപ്പോഴത്തേക്കിനും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ വേദ. ആരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. അങ്ങനെ ശ്രീജയും കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ വേദ ആദ്യം കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്കിന് ആഹാ മോൾ ഇപ്പോഴേ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ ശ്രീചേട്ടത്തി നമുക്കിന്നൊരു സദ്യ ഒരുക്കണം, ചെറിയൊരു പായസവും വെക്കാം. എനിക്കങ്ങനെ പാചകമൊന്നും അറിയില്ല, ശ്രീചേട്ടത്തി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അതിനെന്താ മോളെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശ്രീജയും വേദയും കൂടി എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ കിച്ചണിൽ നല്ല പരിപാടിയായിരിക്കും കേട്ടോ. അപ്പോഴേക്കും ആണ് നമ്മുടെ നന്ദിനി എഴുന്നേറ്റ് വരുന്നത്. നന്ദിനി എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും കമലാമ്മ നേരെ കിച്ചണിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ വേദയെ കണ്ടതും ചോദിക്കുന്നുണ്ട് ആഹാ ഇന്നെന്താ മോളെ വിശേഷം, മോള് നല്ല സുന്ദരി കുട്ടിയായിട്ട് രാവിലെ അടുക്കളയിലേക്കൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അമ്മയ്ക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അതേ മോളെ, ഇന്നെൻ്റെ വിക്രമിൻ്റെ പിറന്നാളാ. എന്നാ ഞാനിപ്പോൾ അതൊന്നും വേറെ ആരും അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. ഞാനൊന്ന് അമ്പലത്തിൽ പോയി അവന് വേണ്ടി പ്രാർത്ഥിക്കും, അതുമാത്രമാണിപ്പോൾ. അവൻ്റെ പിറന്നാളൊന്നും ഇപ്പോൾ ഒരു ഓർമ്മയേ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് നല്ലൊരു ദിവസമായിട്ട് കണ്ണ് നിറയ്ക്കില്ലേ അമ്മേ, നമുക്കിന്ന് വിക്രമിൻ്റെ പിറന്നാൾ നന്നായിട്ടൊന്ന് ആഘോഷിക്കണമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട് മോളെ, ഞാൻ നിന്നോട് എന്താ പറയേണ്ടത്, എൻ്റെ വിക്രമിന് ഈശ്വരൻ കൊണ്ട് എത്തിച്ചു കൊടുത്തതാണല്ലോ നിന്നെ എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നെറുകയിലൊരു ഉമ്മയൊക്കെ ഇങ്ങനെ കമലാമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീജയോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിക്കുമ്പോഴേക്കും അതമ്മേ വേദ പറഞ്ഞു നമുക്കിന്നൊരു സദ്യ റെഡിയാക്കാമെന്ന്, പായസം ഉണ്ടെന്നിങ്ങനെ പറയുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട് ആഹാ ഇതൊക്കെ മാഷിന് ഇഷ്ടപ്പെടുവോ, മാഷു എന്താ പറയുക എന്ന് പറയുമ്പോഴേക്കും വേദ
പറയുന്നുണ്ട് ഞാൻ മാഷിനോട് എല്ലാം പറഞ്ഞോളാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട് ആ ശരി മോളെ നമുക്കെല്ലാം റെഡിയാക്കാം, റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഞാനും വരാമേ, നമുക്ക് വിക്രമിനെയും കൂടി കൂട്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയാണ് അവൻ അമ്പലത്തിലേക്ക് വരുമെന്നൊന്നും തോന്നുന്നില്ല മോളെ, എന്തായാലും നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവര് കിച്ചണിൽ ഓരോ പാചകത്തിരക്കിലായിരിക്കുവേ. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവളെന്താ നേരം വെളുക്കുന്നതിന് മുമ്പ് വലിയ കുളിച്ച് തമ്പുരാട്ടിയായിട്ട് നേരത്തെ ഇങ്ങനെ എഴുന്നള്ളിയോ എന്നിങ്ങനെ നോക്കി വേദയെ നോക്കി ഇങ്ങനെ മനസ്സിൽ പിറുപിറുത്തുകൊണ്ടാണ് കേട്ടോ നന്ദിനി വരുന്നത്. അപ്പോഴേക്കും ഇന്നെന്താമേ ഇവിടെ വിഷുവോ മറ്റോ ആണോ, വിഷു എന്താ ഇവിടെ നേരത്തെ ആഘോഷിച്ചേക്കാന്ന് വിചാരിച്ചോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ നന്ദിനി വരുന്നത്. അപ്പോഴേക്കും വിഷു ഒന്നും അല്ല നന്ദിനി, ഇന്നേ വിക്രമിന്റെ പിറന്നാളാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആഹാ അതിനിപ്പോ എന്താ ഇവിടെ പ്രത്യേകിച്ച് ചോദിക്കാം. അതെ ഇതെല്ലാം വേദമോളുടെ പരിപാടിയാ എന്നിങ്ങനെ കമലാമ്മ പറയുമ്പോഴേക്കും നന്ദിനിക്ക് അതങ്ങോട്ട് തീരെ സുഖിക്കുന്നുണ്ടാവില്ല കേട്ടോ. നന്ദിനി പറയുന്നുണ്ട് ആഹാ ഇത് അച്ഛൻ അറിയണ്ട, എന്താ ഇപ്പൊ ഇവിടെ ഒരു പതിവില്ലാത്ത രീതിയൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതൊക്കെ ഒരു സന്തോഷമല്ലേ നന്ദിനി എന്നിങ്ങനെ കമലാമ്മ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനി അവിടെ നിന്ന് ഒരു ഇഷ്ടക്കേടായിട്ട് അവിടെ നിന്നിങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ടേ. അങ്ങനെ ഇതേ സമയം മാഷ് രാവിലെ എഴുന്നേറ്റ് പറമ്പിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. മാഷ് ഇതൊന്നും അറിയുന്നേ ഇല്ല. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ രാവിലെ ചായയൊക്കെ ആയിട്ട് വിക്രമിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വിക്രം നല്ല ഉറക്കത്തിലായിരിക്കും. വിക്രമിനെ ഇങ്ങനെ തട്ടി വിളിക്കുകയാണ് വേദ. ഇങ്ങനെ വിളിക്കുമ്പോഴേക്കും വിക്രം ഇങ്ങനെ ചാടി എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല സുന്ദരി കുട്ടിയായിട്ട് കുറിയൊക്കെ തൊട്ട് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന വേദയെ ഇങ്ങനെ ആദ്യം കണ്ണെടുക്കാതെ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട് എന്താടോ ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയിട്ട് ഏയ് ആര് നോക്കി എന്താ നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രം ഇങ്ങനെ പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ചായ കൊടുത്തിട്ട് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ വിക്രം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. നീ ഇന്ന് എൻ്റെ പിറന്നാളാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതെ ഒരാൾ വിഷ് ചെയ്താൽ അതിനൊരു താങ്ക്സ് പറയാന്നുള്ളത് ഒരു മര്യാദയാണെന്ന് ഇങ്ങനെ പറയുകയാണേ. അപ്പോഴേക്കും വിക്രം താങ്ക് യു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചായ മേടിച്ച് കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടിട്ട് വിക്രം ചോദിക്കുന്നതാണ് അതിരിക്കട്ടെ എൻ്റെ പിറന്നാളാണെന്ന് നീ എങ്ങനെ അറിഞ്ഞേ? അത് വിക്രമിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു, അന്ന് ഞാൻ വിക്രമിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കണ്ടിരുന്നു എന്നിങ്ങനെ പറയുകയാണേ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് ആരുടെ ബർത്ത്ഡേ ആർക്ക് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഒരു ജീവിതമാണോ എന്ന് പറഞ്ഞിട്ട് നെടുവീർപ്പിട്ടുകൊണ്ട് വിക്രം ഇങ്ങനെ ചായ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ടെങ്കിലും വേദ അവിടെ നിന്ന് വീണ്ടും കിച്ചണിലേക്ക് അങ്ങ് പോവാണ്. അങ്ങനെ പിന്നീടായിട്ട് കാണിക്കുന്നത് കമലാമ്മയും വേദിയൊക്കെ ഇങ്ങനെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് അമ്മേ ഞാനും കൂടി വരാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനിയും പറയുന്നുണ്ട് എല്ലാവരും പോവാണോ എങ്കിൽ പിന്നെ ഞാനും കൂടി വന്നേക്കാം എന്നിങ്ങനെ മനസ്സോടുകൂടി പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകാൻ നേരം കമലാമ്മ പറയുന്നുണ്ട് മോനെ നീയും കൂടി വാടാ ഒന്ന് ഞങ്ങളുടെ കൂടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നിങ്ങനെ പറയുകയാണേ. അപ്പോഴേക്കും ശ്രീജയും പറയുന്നുണ്ട് വാ വിക്രം നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രമിനപ്പോൾ അവരുടെ വാക്ക് തട്ടിക്കളയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ വിക്രം ഏറെ വേണ്ടിയിട്ട് നമ്മുടെ വേദയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ ചിരിക്കുന്ന വേണ്ടിയിട്ട് വിക്രം പെട്ടെന്ന് പോയിട്ട് റെഡിയായി വന്നിട്ട് എല്ലാവരും കൂടി അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോഴേക്കും ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് വിക്രമാണെങ്കിൽ വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. വേദയും വിക്രമിനെ നോക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയായിരിക്കും. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മാഷി ചോദിക്കുന്നുണ്ട് ഇന്നെന്താ ഇവിടെ എന്താ സ്പെഷ്യൽ പ്രത്യേകത എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതച്ഛാ ഇന്ന് വിക്രമിൻ്റെ പിറന്നാളാണ് എന്ന് പറയുമ്പോഴേക്കും മാഷി ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി ഒന്നും മനസ്സൊലിഞ്ഞിട്ട് വിക്രമിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുമ്പോഴേക്കും മാഷി ഇങ്ങനെ കമലാമ്മയെ തറപ്പിച്ച് നോക്കുന്നുണ്ട്. അതിനിപ്പോൾ ഇവിടെ ഇത്രയും വാരിക്കൂട്ടി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ആരുടെയും കൈ പൈസ ഇല്ല, ഇത്രയും ആർഭാടങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രമിന് നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അല്ലച്ചാ ഇതൊക്കെ ഞാൻ മേടിച്ചതാണ്, വേറെ ഒന്നും അധിക ചെലവിനായിട്ടാ എടുത്തിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും മാഷിങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ ആഹാരത്തിന് മുമ്പിൽ ഇരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്
ഇങ്ങനെ പോവാണ്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കിനും കിടക്കാനായിട്ട് പോകുമ്പോഴേക്കും വിക്രമാണെങ്കിൽ ഇങ്ങനെ കട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയം വേദ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താ വിക്രം ഉറങ്ങിയില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ചെല്ലുന്ന വേദയുടെ കയ്യിലായിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. ആ ഗിഫ്റ്റ് ബോക്സും കൊണ്ട് ഇങ്ങനെയാണ് ചെല്ലുന്നത്. എന്നാൽ വിക്രം ഇതൊന്നും കാണുന്നേയില്ല. വിക്രം ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. അപ്പോഴേക്ക് എന്തു പറ്റി വിക്രം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം ഇങ്ങനെ പറയാണ്, വേദ ഞാൻ നിനക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ പഴയ ഓർമ്മകളൊക്കെ എനിക്ക് ഒരുപാട് തിരിച്ചു കിട്ടി. എൻ്റെ പഴയ എന്നെ ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു വേദ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രമിൻ്റെ കണ്ണൊക്കെ നിറയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ വേദയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. എന്താ വിക്രം എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും കുറേ നാളുകളായിട്ട് ഈ വീട്ടിലുള്ള ആരും ഇതുപോലെ ആഘോഷിച്ച സന്തോഷവും ഞാൻ കണ്ടിട്ടില്ല. എന്നെ ഓർത്ത് എന്നും കണ്ണീരൊഴുക്കുന്ന ഒരു അമ്മയെ മാത്രമാണ് ഞാൻ കാണുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, വിക്രം ഇന്ന് നല്ല ദിവസമാണ്. ഇന്ന് വേറെ ഒന്നിനെക്കുറിച്ചും ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ അതിരിക്കട്ടെ, ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, ഗിഫ്റ്റോ? അതിന് നീ എന്തിനാ എനിക്ക് ഗിഫ്റ്റ് തരുന്നു? അതെ, എൻ്റെ ഭർത്താവിൻ്റെ ഞാനിവിടെ വന്നിട്ടുള്ള ആദ്യത്തെ പിറന്നാളല്ലേ, ഞാനൊരു ഗിഫ്റ്റ് തന്നാൽ എന്താ കുഴപ്പം? ഇതൊന്നും മേടിക്ക് വിക്രം എന്ന് പറയുമ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഗിഫ്റ്റ് മേടിച്ച് ആ സൈഡിലേക്ക് വെക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, അതെ ഗിഫ്റ്റ് തന്നെ ആക്കുക, അതൊന്ന് പൊട്ടിച്ച് കണ്ട് ഇഷ്ടമായോന്ന് അറിയുന്നത് കൂടി കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവില്ലേ, അതൊന്ന് പൊട്ടിച്ച് നോക്ക് വിക്രം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രം തൻ്റെ വേദ കൊടുത്ത ഗിഫ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കിനും വിക്രമിൻ്റെ പഴയ കാലത്തെ കുറച്ച് സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ മുകളിലായിട്ട് ഒരു പേപ്പറാണ് കേട്ടോ ഇരിക്കുന്നത്. വിക്രം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി അതെടുത്ത് നോക്കുന്ന സമയത്ത് വിക്രമിൻ്റെ പഠിപ്പൊക്കെ പഴയ കാലത്ത് നിലച്ചിരുന്നല്ലോ, എക്സാം എഴുതാനൊക്കെ ഒരു പെൻഡിങ് ആയി കിടക്കുമായിരുന്നു. അതൊക്കെ വിക്രം വേദ പോയിട്ട് ശരിയാക്കിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ വിക്രമിന് വീണ്ടും കോളേജിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് എക്സാം എഴുതാനുള്ള പേപ്പറുകളാണ് ഗിഫ്റ്റായിട്ട് നമ്മുടെ വേദ കൊടുക്കുന്നത്. ഇത് കണ്ടിട്ട് ഇങ്ങനെ കണ്ണു തള്ളി വിക്രം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ വിക്രം എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും, അല്ല വേദ ഇതെന്താ ഇത്, ഞാൻ ഇനി ഇതെല്ലാം അവസാനിപ്പിച്ചതല്ലേ എന്നിങ്ങനെ വിക്രം ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അങ്ങനെയല്ല വിക്രം, വിക്രമിൻ്റെ പഴയ എല്ലാം എനിക്കറിയാം, പഴയ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു വിക്രം. ഇനി വിക്രമിനെ പഴയ വിക്രമാക്കി കൊടുക്കാമെന്ന് ഞാൻ വിക്രമിൻ്റെ അമ്മയ്ക്ക് വാക്കു കൊടുത്തതാണ്. ആ പഴയ മാഷിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം വിക്രം. വിക്രമിന് ഒരുപാട് നേടാനുണ്ട്. ഇനി ഇപ്പോഴും സമയമൊന്നും കടന്നു പോയിട്ടില്ല, പ്രായമൊന്നും അതിനൊരു തടസ്സവും അല്ല. ഇനിയിപ്പോൾ വിക്രം നേടാൻ ഉദ്ദേശിച്ചിരുന്നതെല്ലാം ആ മാഷിൻ്റെ മുമ്പിൽ നേടി നല്ലൊരു ഭാവിയിൽ എത്തിച്ചേരണം. അതാണ് വിക്രം എൻ്റെ ആഗ്രഹം. അതൊന്ന് സാധിച്ചു തന്നൂടെ വിക്രം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രമിൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയാണ് കേട്ടോ. വേദ നീ എനിക്ക് ആരാണ്, എന്താണെന്ന് പോലും എനിക്കിതുവരെ അറിയില്ല, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വേദ ഇതുപോലെ എന്നെ ഇതുപോലെ ഒന്ന് സ്നേഹിച്ചിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇതുപോലെ എത്തില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഒരിക്കലും മാഷിനെ കുറ്റം പറയല്ലേ, മാഷ് വിക്രമിനെ അതുപോലെ സ്നേഹിച്ചത് കൊണ്ടാണ് മാഷിന് അത്രയും അംഗീകരിക്കാൻ പറ്റാതെ ആയിപ്പോയത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ആ അച്ഛന് പഴയ വിക്രമിനെ തിരിച്ചു കൊടുക്കണം വിക്രം, അതിന് വിക്രം മാത്രം മനസ്സ് വെച്ചാലേ നടക്കുമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദ ഇങ്ങനെ നോക്കുകയാണ്. വേദ എന്നിങ്ങനെ വിളിക്കുമ്പോഴേക്കും ഇതൊക്കെയാണ് വിക്രം ഈശ്വര നിശ്ചയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉമാ മഹേശ്വരിയുടെ സന്നിധിയിൽ വെച്ച് ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടാൻ വിക്രമിന് തോന്നിയത് ഒരു പക്ഷേ ഇതിനുള്ള ഒരു നിമിത്തമായിട്ടായിരിക്കും എന്നെ ദൈവം ഇങ്ങോട്ടേക്ക് അയച്ചത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രമിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, വേദ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.